സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ പോകുന്നു, തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 12th ഗ്രേഡിലാണ് പഠിക്കുന്നത് അല്ലെ? അതായത് ഇനി നമ്മള് പണ്ട് എല്ലാവരും പറയുന്ന ആ സെയിം വാക്കുകൾ വരികയാണ്. ഇത് 12ാം ക്ലാസ് ആണ്, നിന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, നീ നന്നായി പഠിക്കണം. ഒരു കണക്കിന് അത് ശരിയുമാണ് അല്ലെ? കാരണം 12th ഗ്രേഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം ഉണ്ടാവും. ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഡിഫറെന്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? നീറ്റ് ഉണ്ട്, JEE ഉണ്ട്, കീം, ക്വറ്റ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസും ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ പാഷൻ അങ്ങോട്ടേക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോ ഇത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്, നീ നന്നായി പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നവരോട് ഇതൊരു ബിഗ് ഡീലാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ബിഗ് ഡീൽ അല്ല. എപ്പോഴാണ് ഇതൊരു ബിഗ് ഡീൽ അല്ലാത്ത ആവുന്നത്? നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അല്ലെ? അതായത് പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കുവാൻ വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യരെ പാരിലേക്ക് അയച്ചതീശൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ പരിശ്രമം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പരിശീലകർ വേണം അല്ലെ? അപ്പോ അതിനു വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റർ ലേണിംഗ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ ഒപ്പം ടീച്ചറും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മളുടെ എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ ചാനലിൽ ഫിസിക്സ് ക്ലാസ്സും മാത്സ് ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കെമിസ്ട്രി ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കെമിസ്ട്രി പഠിപ്പിക്കുന്നത് ടീച്ചറാണ്. ടീച്ചറിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഓക്കെ, അപ്പോ ടീച്ചർ ഒരു കുറച്ച് അധികം വർഷങ്ങളായിട്ട് എൻട്രൻസ് ഫീൽഡിലെ ഒരു അധ്യാപികയാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ സീരീസ്, അതായത് കോൺസെപ്റ്റ് ഹാക്ക് ഇൻ 10 minutes, ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഞങ്ങൾ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10 മിനിറ്റിൽ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ 10 മിനിറ്റിൽ അത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒപ്പം അതിനകത്തുള്ള പ്രോബ്ലംസ്, അതുപോലെ ബോർഡ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നീറ്റ്, JEE എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേറ്ററിന്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ടീച്ചർ പറഞ്ഞു ടീച്ചറാണ് കെമിസ്ട്രി ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് കേൾക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് ഫീഡ്ബാക്ക്. അതായത് ഇപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഓ ഇതിന് സ്പീഡ് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, മിസ്സേ കുറച്ച് സ്പീഡ് ഒന്ന് കുറച്ച് പറയാവോ, ഈ സ്പീഡ് ഒന്ന് കുറച്ച് കൂട്ടിത്തരാവോ, ഇത്രയും കുറച്ചും കൂടി വേഗത്തിൽ പോകാവോ, അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് പോകാവോ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാവോ, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാവോ, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, അതെല്ലാം നമ്മൾക്ക് ആവശ്യമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യാനും പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ പറയുന്നത്? ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെമിസ്ട്രി ക്ലാസ് ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻ ആണ്. അപ്പൊ ടീച്ചർ ഇന്നത്തെ ഒരു വീഡിയോ, ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് സൊല്യൂഷന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് സൊല്യൂഷൻ, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സൊല്യൂഷൻ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മളുടെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോസ് കിട്ടും. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോസ് കാണണം. അതുപോലെ കൂടുതൽ നിങ്ങൾ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷനിലെ ടോപ്പിക്സ് കവറായി പോകും. ഓക്കെ, അതായത് നമ്മൾ അധികം നേരം ഒന്നും എടുക്കുന്നില്ലല്ലോ, ഒരു ചെറിയൊരു 10 മിനിറ്റിന്റെ വീഡിയോ അല്ലേ ഉള്ളൂ. ആ 10 മിനിറ്റ് നിങ്ങൾക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അല്ലെ? അപ്പൊ നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 10 മിനിറ്റ് നമ്മളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ ടീച്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്. അപ്പൊ സൊല്യൂഷനെ കുറിച്ച് നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടീച്ചർ എല്ലാവർക്കും ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം. എങ്ങനെയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്? നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴത്തേക്കും സ്ക്രീനിലേക്ക് നോക്കിക്കേ, എന്തൊക്കെയുണ്ട്? നാരങ്ങയുണ്ട്, പഞ്ചസാരയുണ്ട്, വെള്ളം എടുക്കണം അല്ലെ? നാരങ്ങ ഞാൻ പിഴിയുന്നു, കുറച്ച് പഞ്ചസാര ഇടുന്നു, അത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, നല്ല രീതിയിൽ
മിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പഞ്ചസാര വെള്ളത്തില് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. അപ്പൊ ടീച്ചർ ഒരു വലിയൊരു ഇത്ര വലിയൊരു പാത്രത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പാത്രത്തിലേക്കാണ് കുറച്ചധികം നാരങ്ങയും പിന്നെ കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളവും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ടീച്ചർ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാണ്. ഇനി ടീച്ചറിന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും നാരങ്ങ വെള്ളത്തിന് കിട്ടുക? അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ ടേസ്റ്റ്, മറ്റൊരാൾക്ക് വേറെ ടേസ്റ്റ്, അങ്ങനെ ആയിരിക്കും കിട്ടാൻ ചാൻസ്? എങ്ങനെയായിരിക്കും കിട്ടുന്നത്? അതായത് ടീച്ചർ ഓരോരൊറ്റ പാത്രത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഇത് ഇളക്കിയിട്ടുണ്ട്. അതായത് ടീച്ചർ ഇട്ട പഞ്ചസാര മുഴുവനും അതിൽ കറക്റ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ചില സമയത്തൊക്കെ എന്ത് ചെയ്യും, ഈ പാത്രത്തിന്റെ അടിയിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ ഈ അവസാനം എടുക്കുന്നതിന് കുറച്ച് മധുരം കൂടുതലായിരിക്കും. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ വളരെ ഭംഗിയായിട്ട് എന്റെ എഫേർട്ട് മുഴുവൻ ഇട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ ഇത് ഇളക്കിയിട്ടുണ്ട്. അങ്ങനെ ഇളക്കിയ ഈ ഇളക്കിയ ഈ നാരങ്ങ വെള്ളമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ ഒരാൾക്ക് ഒരു ടേസ്റ്റ്, വേറൊരാൾക്ക് വേറൊരു ടേസ്റ്റ് അങ്ങനെ ഫീൽ ചെയ്യോ? ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടേസ്റ്റേ ഇവിടെ ഫീൽ ചെയ്യുള്ളൂ. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ. ഇവിടെ പഞ്ചസാര അല്ലെങ്കിൽ ആ ഷുഗർ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ നാരങ്ങയെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഷുഗറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. സ്വീറ്റ്നെസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ പഞ്ചസാര വെള്ളത്തില് നല്ല രീതിയിൽ ഡിസോൾവ് ആയി എന്ന് ഓൾറെഡി പറഞ്ഞു. അതുപോലെ മറ്റൊരു വാക്കാണ് ഇത് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. എന്താണ് ഈ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ? യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എല്ലായിടത്തും ഒരേപോലെയാണ് പഞ്ചസാര ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? എല്ലായിടത്തും ഒരേപോലെ പഞ്ചസാര ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ടേസ്റ്റ് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചറിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ. ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മിക്സ്ചർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഹോമോജീനിയസ് മിക്സ്ചറും ഉണ്ട്, ഹെട്രോജീനിയസ് മിക്സ്ചറും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണോ പഠിച്ചിട്ടുള്ളവ? ഉണ്ടായിരിക്കും, കാര്യം അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിലുള്ള സബ്സ്റ്റൻസ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ജസ്റ്റ് ലൈക്ക് ദ സോൾട്ട് വാട്ടർ, ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നാരങ്ങ വെള്ളം, ഇതിലൊക്കെ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് ഈ വെള്ളം നമ്മൾ എവിടെ നിന്ന് ടേസ്റ്റ് ചെയ്താലും, ഇപ്പൊ ഒരു ഗ്ലാസ് എടുത്തു, ആ ഗ്ലാസിന്റെ തന്നെ പല ഭാഗത്തു നിന്ന് ടേസ്റ്റ് ചെയ്താലും ഒരേ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. കാര്യം എന്താ? പഞ്ചസാര എല്ലായിടത്തും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരേ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ. എന്താ വിളിക്കുക? ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് വിളിക്കുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പൊ ഹോമോ എന്ന വാക്കിന്റെ അർത്ഥം സെയിം എന്നാണ് കേട്ടോ, സെയിം. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ സബ്സ്റ്റൻസസ് ആർ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഒരു മിക്സ്ചറില് സബ്സ്റ്റൻസ് യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് പറയാം. ആ പറഞ്ഞതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ മറ്റൊരു സൈഡ്? ഹെട്രോജീനിയസ് മിക്സ്ചർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ വൈകിട്ടൊക്കെ ചായ ഒക്കെ കഴിക്കുമ്പോൾ എടുക്കുന്ന നമ്മുടെ മിക്സ്ചർ ഇല്ലേ, അതായത് നമ്മുടെ മിക്സ്ചർ, നമ്മൾ മിക്സ്ചർ എന്നൊക്കെ കൊളോക്കിയലി പറയുമെങ്കിലും അത് കറക്റ്റ് മിക്സ്ചർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മിക്സ്ചറില് എന്തൊക്കെ ഉണ്ടാവും? കപ്പലണ്ടി ഉണ്ടാവും, അതുപോലെ ബാക്കിയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും, വേപ്പില ഉണ്ടാവും, നീളമുള്ള അതൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല കറക്റ്റ് ആയിട്ട് കേട്ടോ, അതുകൊണ്ടിട്ടാണ്. അപ്പൊ ഇതെടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ ദേ നമ്മളൊരു പ്ലേറ്റിൽ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ ഞാൻ എടുത്തു, ഒരു സ്പൂൺ നമ്മുടെ ഒപ്പമുള്ള രാഹുൽ എടുത്തു. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടുമോ? ഇപ്പൊ അതിനകത്തുള്ള, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന അതിനകത്തുള്ള നട്ട്സിന്റെ അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ എണ്ണം സെയിം ആയിരിക്കുമോ? അല്ല, സെയിം അല്ല. കാര്യം എന്താ? അവിടെ
ഇവരെന്ത് ചെയ്യുന്നില്ല, യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ഒന്നും അല്ല. കപ്പലണ്ടി വേറെ വല്ല സൈഡിലൊക്കെ ആയിരിക്കും, ഒന്നോ രണ്ടോ എവിടെയെങ്കിലൊക്കെ കിട്ടിയാവുള്ള, അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ, എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? ഹെറ്ററോ എന്ന വാക്കിന്റെ അർത്ഥം ഡിഫറെന്റ് എന്നാണ്. അപ്പൊ ടീച്ചർ അത് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, നമ്മൾ സൊല്യൂഷൻ ആണ് പഠിക്കുന്നത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അതായത് അതിലുള്ള സബ്സ്റ്റൻസ് എല്ലാം തന്നെ എല്ലായിടത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, എല്ലായിടത്തും സെയിം കോമ്പോസിഷൻ ആണെന്ന് പറയും. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ, a homogeneous mixture is a type of mixture in which the components are uniformly distributed throughout the entire mixture. കുഴപ്പമൊന്നുമില്ലല്ലോ, ഈസി അല്ലേ? ടീച്ചർ പറഞ്ഞതൊക്കെ വെച്ച് ഓക്കെ അല്ലേ? നാരങ്ങ വെള്ളം ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നാരങ്ങ വെള്ളത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വെള്ളം കുടിച്ചു, എല്ലാവർക്കും ഒരേപോലെ ദാഹം എല്ലാവർക്കും ഒരേപോലെ ഒരു സന്തോഷമൊക്കെ കിട്ടി. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്താണ് സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ? അങ്ങനെയാണെങ്കിൽ സൊല്യൂഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഹോമോജീനിയസ് മിക്സ്ചർ എന്താന്ന് പറഞ്ഞില്ലേ? എന്താ ഹോമോജീനിയസ് മിക്സ്ചർ? സബ്സ്റ്റൻസ് എല്ലാം ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിക്സ്ചറിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതായത് ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സബ്സ്റ്റൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ടാവും. അതിനെയാണ് എന്ത് വിളിക്കുക, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, ഹോമോജീനിയസ് മിക്സ്ചർ composed of two or more non-reacting substances in which one substance is uniformly distributed throughout another substance. അല്ലെ, ഇപ്പൊ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് എന്ത് ചെയ്യും, വാട്ടറില് ഡിസോൾവ് ആകും. കറക്റ്റ് ആണല്ലോ? അതായത് അവിടെ രണ്ട് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിലെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സൊല്യൂഷൻ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ രണ്ട് സബ്സ്റ്റൻസ് കൺസിഡർ, നമുക്കിപ്പോ ഉള്ളത് സോൾട്ടും വാട്ടറും ആണെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, സോൾട്ട് ഉണ്ട്, അതുപോലെ വാട്ടർ ഉണ്ട്. സോൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇവിടെ ഈ സോൾട്ടും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, അതായത് ഡിസോൾവ് ആകുക, ഡിസൊല്യൂഷൻ എന്നൊന്നും പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ സോൾട്ട് വെള്ളവുമായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് നമ്മളിവിടെ പറഞ്ഞു, a solution is a homogeneous mixture composed of two or more non-reacting substances in which one substance is uniformly distributed throughout the other substance. Doubt ഒന്നുമില്ലല്ലോ, എളുപ്പമല്ലേ? ഓക്കെ, ഇനി ടീച്ചർ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് നോക്കാം. എന്താണ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എ സൊല്യൂഷൻ? അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് സബ്സ്റ്റൻസ് ഉണ്ടാകും, രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ ഞാനൊരു രണ്ട് സബ്സ്റ്റൻസ് ഉള്ള സൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആ രണ്ട് സബ്സ്റ്റൻസിൽ ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ സോൾട്ടോ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സബ്സ്റ്റൻസിനെ നമ്മൾ ഒരു പേരിട്ടാണ് വിളിക്കുന്നത്. എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് അല്ലെ? നമ്മളൊരു 8th ഗ്രേഡോ 7th 6th ഗ്രേഡോ ഒക്കെ തുടങ്ങി പഠിച്ചിട്ടുണ്ടാവും അതെന്താണെന്ന്. ഓക്കെ, നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ 12th ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, അതിലെ മേജർ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് സോൾവെന്റ്. അതായത് നമ്മളുടെ സൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ അളവിലുള്ള കമ്പോണന്റ് ഏതാണോ
അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ സോൾവെന്റിലായിരിക്കും അപ്പോ ഈ അടുത്ത സബ്സ്റ്റൻസ് വന്ന് ഡിസോൾവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോ വാട്ട് ഇസ് സോൾവെന്റ്? Solvent is the component of a solution that is present in the larger amount and is responsible for dissolving the other substances. Got it? അതായത് ഒരു സൊല്യൂഷനിൽ മേജർ പ്രൊപ്പോർഷനിൽ ഇരിക്കുന്നത് ആരാണോ അയാളെ വിളിക്കുന്ന പേരാണ് സോൾവെന്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വാട്ടർ ഉണ്ട്, ബെൻസീൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ്? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ the component which is present in the larger proportion. Got it? Okay. Then അടുത്തതാണ് അങ്ങനെയാണെങ്കിൽ ആ മൈനർ പ്രൊപ്പോർഷനിലുള്ള പുള്ളി ഏതാ? ഒന്നും നോക്കണ്ട, വേഗം പറഞ്ഞോ. സൊല്യൂട്ട്. നമുക്കറിയാലോ. എന്താ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? സൊല്യൂട്ട് is the component of a solution that is dissolved in the solvent. അല്ലെങ്കിൽ നമുക്ക് പറയാം the component which is present in the minor proportion. അല്ലെങ്കിൽ lesser quantity. ചെറിയ എമൗണ്ടിൽ ഉള്ളതാണ്, ചെറിയ എമൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള കമ്പോണന്റിനെ പറയുന്ന പേരാണ് സൊല്യൂട്ട്. നോക്കിക്കേ, നല്ല ഭംഗിയുള്ള സൊല്യൂട്ട്സ് ഉണ്ടല്ലേ. ആദ്യം കൊടുത്തിരിക്കുന്നത് ആരാ? സോൾട്ട്. സോൾട്ട് ഒക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂട്ട് ആണ്. പിന്നെ പഞ്ചസാര, അതെ, കോപ്പർ സൾഫേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം എങ്ങനെയാണ് അപ്പൊ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. സൊല്യൂഷൻ ഫോം ചെയ്യണമെങ്കിൽ ഒരു സോൾവെന്റ് വേണം, റൈറ്റ്? ഇവിടെ ആരാണ് സോൾവെന്റ്? വാട്ടർ ആണ് സോൾവെന്റ്. അപ്പോ ഒരു സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടുന്നു? ഒരു സൊല്യൂഷൻ കിട്ടുന്നു. ഈ കൊടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. അതിന്റെ ബ്ലൂ കളർ കണ്ടോ? ഇത് കോപ്പർ സൾഫേറ്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൊല്യൂഷന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്കൊന്ന് പറയാമോ? സോൾട്ട് സൊല്യൂഷൻ പറയാം, അതുപോലെ ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്കറിയാം. പക്ഷേ ഈ എക്സാമ്പിൾസ് അല്ലാതെ വേറെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോ ആ വേറെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് എക്സാമ്പിൾസ് കൂടി കിട്ടും. നിങ്ങൾക്ക് അറിയോ, എയർ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. ഓക്കെ, എയർ എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് സൊല്യൂഷൻ ആണെന്ന് പറയും. അപ്പോ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മളുടെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ്. അതും ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. താങ്ക് യു.